ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് അഥവാ ഗണിതം എന്ന സബ്ജക്റ്റിലെ മറ്റൊരു പുതിയ യൂണിറ്റ് ആണ് കേട്ടോ. അപ്പോൾ യൂണിറ്റ് 8 വരെ നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണല്ലേ. നമ്മൾ ഇനി 9ാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം അതുപോലെ തന്നെ മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാരുടെ എല്ലാം കാര്യങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ 9ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? യെസ്, ഈക്വൽ ഗ്രൂപ്പ് എന്നതാണ് അല്ലേ. എന്താണ് മക്കളെ? ഈക്വൽ ഗ്രൂപ്പ് എന്നതാണ്. നോക്കിക്ക്, മലയാളം മീഡിയത്തിലോട്ട് വരുമ്പം എന്താണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് വരുന്നത്? യെസ്, തുല്യമായ കൂട്ടം എന്നതാണ് അല്ലേ. തുല്യമായ കൂട്ടം എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് വരുന്നത്. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ പാഠഭാഗത്തിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്തിന് നമുക്ക് അവിടെ ഒരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. എവിടുത്തെ പിക്ചറാണ് മക്കളെ തന്നിട്ടുള്ളത്? യെസ്, ഒരു സ്കൂളിൻ്റെ പിക്ചറാണ് അല്ലേ, ഒരു ക്ലാസ് റൂമിൻ്റെ പിക്ചറൊക്കെ ആണെന്ന് നമുക്കത് കണ്ടാൽ നമുക്കത് മനസ്സിലാവും അല്ലേ. അപ്പോൾ അവിടെ സ്കൂളിൽ എന്തോ ഒരു മത്സരമോ മറ്റോ കാര്യങ്ങളെന്തോ നടക്കുന്നുണ്ട് അല്ലേ, എന്തോ ഒരു പ്രോഗ്രാം അവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാഠഭാഗത്തോട്ട് പോവാം. എന്താണ് നമുക്കവിടെ തന്നിട്ടുള്ളത് എന്ന് നോക്കാം അല്ലേ. നോക്കിക്കേ മക്കളെ, see the picture of the work experience camp at Pattumala School. What all things do you see in the picture? Write in your notebook എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മലയാളം മീഡിയത്തിലോട്ട് വരുന്ന സമയത്ത് എന്താണ് മക്കളെ, പട്ടുമല LP സ്കൂളിലെ പ്രവൃത്തി പരിചയ ക്യാമ്പിൻ്റെ ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത് നോട്ട്ബുക്കിൽ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നോക്കിക്ക്, ഇവിടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കാണുന്നത്? നമ്മൾ പറഞ്ഞല്ലേ, പ്രവൃത്തി പരിചയ ക്യാമ്പിൻ്റെ ചിത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കൂളിലൊക്കെ വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ മേളകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ സംഘടിപ്പിക്കുന്നതാണ്. അപ്പം നിങ്ങൾ കാണുന്ന അതേ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ പിക്ചറിലും തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, ഇവിടെ ഈ ഒരു സൈഡിലെ കുട്ടികളുണ്ട് അല്ലേ. അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കളെ? ആ വേസ്റ്റ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അല്ലേ. പാവ പോലുള്ള സാധനങ്ങളൊക്കെ അവരവിടെ നിർമ്മിക്കുന്നുണ്ട് അല്ലേ. അതൊരു സെക്ഷനിൽ നമുക്ക് കാണാം. പിന്നെ ഇതാ ഇവിടോട്ട് വരുന്ന സമയത്ത് എന്താണ് മക്കൾ അവിടെ ആ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ്? ഈ സോപ്പ് നിർമ്മാണമാണ് അല്ലേ. സോപ്പ് കട്ടകൾ എന്ത് ചെയ്യാണ് അവരുണ്ടാക്കുന്നത് കാണാം. പിന്നെ ഇവിടോട്ട് വരുന്ന സമയത്ത് എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലേ. നമ്മൾ വെജിറ്റബിൾ പ്രിന്റിംഗ് ഒക്കെ നമ്മൾ ഓരോ ക്ലോത്തിലൊക്കെ നമ്മൾ ചെയ്യാറില്ല മക്കളെ. അപ്പോൾ അതൊക്കെ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലോട്ട് പോവാം അല്ലേ. ആദ്യത്തെ ടോപ്പിക് എന്താണ് വരുന്നത്? ഈക്വലൈസ് എന്നുള്ളതാണ് വരുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മലയാള മീഡിയത്തിലോട്ട് വരുന്ന സമയത്ത് തുല്യമാക്കാം എന്നതാണ് നമ്മുടെ അടുത്തൊരു ഭാഗം വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ മക്കളെ, നമുക്ക് അവിടെ നമ്മളടുത്ത് പറഞ്ഞത് നോക്കൂ. സി ദി ബാർ ഓഫ് സോപ്പ് മെയ്ഡ് ബൈ ഹരിതം വർക്ക് എക്സ്പീരിയൻസ് ക്ലബ് ഓഫ് പട്ടുമല LP സ്കൂൾ. ഹൗ മെനി ബാർസ് ആർ ദർ ഇൻ ദി പിക്ചർ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നോക്കിക്കേ, നമ്മുടെ പട്ടുമല LP സ്കൂളിലെ ഹരിതം പ്രവൃത്തി പരിചയ ക്ലബ്ബ് നിർമ്മിച്ച സോപ്പ് കട്ട നോക്കൂ. ചിത്രത്തിൽ എത്ര സോപ്പ് കട്ടയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് അല്ലേ എണ്ണി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എണ്ണം എഴുതാം. പക്ഷെ അതല്ലാതെ നമ്മൾ ഒരുപാട് മെത്തേഡ് ഇപ്പം പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്കത് അറിയാനായിട്ട് മൊത്തം ടോട്ടൽ എണ്ണം കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്ത് മാത്രം അറിഞ്ഞാൽ മതി? യെസ്, ഈ ഒരു വരിയിലുള്ള സോപ്പിൻ്റെ എണ്ണവും അതുപോലെ തന്നെ ഇങ്ങനെ ഇവിടെ താഴേക്കുള്ള സോപ്പിൻ്റെ എണ്ണവും നമുക്ക് അറിഞ്ഞാൽ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും അല്ലേ. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അഥവാ ഗുണിക്കുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ സോപ്പിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഓരോ നിരയിലെയും വരിയിലെയും സോപ്പിൻ്റെ എണ്ണം നോക്കാം കേട്ടോ. ആദ്യം അവിടെ സൈഡിലോട്ട് നോക്കാം കേട്ടോ. നോക്കിക്കേ, ഇവിടെ 1 2 3 4 5 6 ഇല്ലേ, അവിടേക്ക് 6 എണ്ണമാണുള്ളത്. അതുകൊണ്ട് 6 ഇൻറ്റു ദെൻ താഴേക്ക് നോക്കിക്കേ മക്കളെ, ഇവിടെ 1 2 3 4 5 6 അല്ലേ. ഇവിടേക്കും എന്താണ് 6 തന്നെയാണുള്ളത്. അപ്പോൾ 6 ഇൻറ്റു 6 അല്ലേ, 6 ഗുണിക്കണം 6 എന്ന് കിട്ടി. എത്രയാണ് മക്കളെ? 36 ആണ് അല്ലേ, 36 ആണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഗുണന പട്ടിക 1 മുതൽ 10 വരെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ് മുന്നേയുള്ള ക്ലാസ്സുകളിലെല്ലാം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ടീക്കായിട്ട് നിങ്ങൾ പഠിക്കണം. 3ാം ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചു വരുന്നതാണ്. ഇപ്പോൾ എന്ത് ചെയ്യുക, ഇനിയും ഏതെങ്കിലും കൂട്ടുകാർക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ വേഗം പഠിക്കുക. 1 മുതൽ 10 വരെയുള്ള ടേബിൾ പഠിക്കാം. പിന്നെ മിസ് അതിനോടൊപ്പം തന്നെ ഒരു വർക്ക് കൂടി തരികയാണ്. ഇന്നത്തെ ക്ലാസ് കണ്ടതിന് ശേഷം 1 മുതൽ 10
വരെയുള്ള അറിയുന്ന കൂട്ടുകാരും ഇനി അത് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലോട്ട് വോയിസ് അയക്കുക, അല്ലെങ്കിൽ മിസ്സിന് പേഴ്സണലി വോയിസ് അയക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? 1 മുതൽ 10 വരെയുള്ള ഗുണന പട്ടിക പറഞ്ഞുകൊണ്ട് മിസ്സിന് വോയിസ് അയക്കണം ക്ലാസ്സിന് ശേഷം. ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്യാൻ വി സ്പ്ലിറ്റ് ദം ഇൻടു 2 ബോക്സ് കണ്ടെയ്നിങ് ദി സെയിം നമ്പർ ഓഫ് ബാർസ്? ഹൗ മെനി ബാർസ് ഇൻ ഈച്ച് ബോക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അവിടെ നോക്കിക്കേ, സോപ്പ് കട്ടകളുടെ എണ്ണം തുല്യമാക്ക വിധം 2 പെട്ടിയിലാക്കിയാലോ? ഒരു പെട്ടിയിൽ എത്ര സോപ്പ് കട്ടയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെയും നമുക്ക് എന്ത് ചെയ്താലും മതി മക്കളെ, നമ്മൾ 2 സൈഡിലേക്കുള്ള സോപ്പിൻ്റെ എണ്ണം നോക്കാമല്ലേ. ഇവിടെ 1 2 3 4 5 6 അല്ലേ, അവിടെ 6 ആണല്ലോ. അപ്പോൾ 6 ഇൻറ്റു, ഇനി താഴേക്ക് എത്ര ഉണ്ട് നോക്കും മക്കളെ, 1 2 3 അല്ലേ. ഇത്രയും എന്താണ്, ഇതാണ് നമ്മുടെ ഒരു പാക്ക് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ താഴേക്ക് എത്രയാണ്? 3 ആണ്. അപ്പോൾ 6 ഇൻറ്റു 3 എത്രയാണ് മക്കളെ? 6 ഗുണിക്കണം 3 18 ആണല്ലേ, 18 ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പം ഒരു സോപ്പ് പെട്ടിയിൽ എത്ര സോപ്പ് കട്ടയുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എത്രയാണ്? 18 ആണ് അല്ലേ. അടുത്ത പെട്ടിയിലും എത്രയായിരിക്കും? 18 ആയിരിക്കും. ദെൻ മക്കളെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത നോക്കിക്കേ, ഹൗ അബൌട്ട് സ്പ്ലിറ്റിംഗ് ദി സോപ്പ് ബാർസ് ഇൻടു 3 boxes with the same number of bars in each box? Draw in the picture below. Now how many bars in each box എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളം മീഡിയത്തിലോട്ട് വന്നേ. അപ്പോൾ എന്താണ് നമ്മളടുത്ത് ചോദിക്കുന്നത്? സോപ്പ് കട്ടകളുടെ എണ്ണം തുല്യമാക്ക വിധത്തിൽ 3 പെട്ടിയിലാക്കിയാലോ? ചൂടെയുള്ള ചിത്രത്തിൽ തന്നെ വരയ്ക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാക്കണം. അത് എത്ര പെട്ടിയിലാക്കണം? 3 പെട്ടിയിലാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു പെട്ടിയിൽ എത്ര സോപ്പ് കട്ട ഉണ്ട് എന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ മക്കളെ, മിസ് 3 പെട്ടിയിലാക്കാം കേട്ടോ. ആദ്യത്തെ 2 വരി ഇവിടെ ഇതൊരു പെട്ടിയിൽ, അടുത്ത 2 വരി നമ്മൾ എന്ത് ചെയ്തു? ഒരു പെട്ടിയിലെടുത്തു. അടുത്ത 2 വരി. അപ്പോൾ എത്ര വരിയായി മക്കളെ? എത്ര പെട്ടിയായി മക്കളെ? 1 2 3 അല്ലേ, 3 ബോക്സ് ആയില്ലേ, 3 ബോക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു ബോക്സിൽ എത്ര ഉണ്ട് എന്ന് കണ്ടെത്തണം. അപ്പോൾ നമുക്കറിയാം ഈ സൈഡിലോട്ട് എത്ര എണ്ണാണ്? 6 ആണുള്ളത് അല്ലേ. 1 2 3 4 5 6 6 എണ്ണാണ്. താഴോട്ടാണെങ്കിൽ 1 2 2 എണ്ണാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ കണ്ടെത്താൻ 6 ഇൻറ്റു 2 ആണ് ചെയ്യേണ്ടത്. എത്രയാണ്? 12 ആണ് അല്ലേ. അപ്പം ആദ്യത്തെ ബോക്സിൽ 12 ഉണ്ടായിരിക്കും, അടുത്ത ബോക്സിൽ 12 ഉണ്ടായിരിക്കും, അടുത്ത ബോക്സിലും എത്രയായിരിക്കും മക്കളെ? 12 ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ 6 ഇൻറ്റു 2 ആണ് 12 കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അതിനെ ബോക്സ് ആക്കിയിട്ട് ഇവിടെയും 12, ഇവിടെയും 12, ഇവിടെയും 12. മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Can you split the soap bar into 4 boxes with the same number of bars in each box? Try to draw. Now how many bars in each box എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എന്താണ് ചോദ്യം നോക്കിക്കേ. സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാക്ക വിധം 4 പെട്ടിയിലാക്കിയാലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എത്ര പെട്ടിയിലാണ് ആക്കേണ്ടത് മക്കളെ? 4 പെട്ടിയിലാണ് ആക്കേണ്ടത്. ഇപ്പോൾ ഒരു പെട്ടിയിൽ എത്ര സോപ്പ് കട്ട ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തന്നിട്ടുള്ളതിനെ 4 പെട്ടിയാക്കി മാറ്റാം കേട്ടോ. നോക്കിക്കേ മക്കളെ, മിസ് ആദ്യം എന്ത് ചെയ്തു? ഇപ്പം എത്ര പെട്ടിയാണ് ആക്കിയിട്ടുള്ളത്? തുല്യമായിട്ടുള്ള 2 പെട്ടികളാക്കി മാറ്റിയില്ലേ. ഇനി ഇതിൻ്റെ സെൻറ്ററിലൂടെ നമുക്കിതാ ഇങ്ങനെ ഒരു പോർഷനും കൂടി എടുത്താലോ? ഇപ്പം നോക്കിക്കേ മക്കൾ, എത്ര പെട്ടിയായി? 1 2 3 4 അല്ലേ. 4 നമ്മൾ എന്ത് ചെയ്തു? 4 സോപ്പ് കട്ടകൾ തുല്യമാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ടോട്ടൽ ഇവിടെ എത്രയാണുള്ളത് മക്കളെ? എത്രയാണുള്ളത്? നമുക്ക് ടോട്ടൽ ആദ്യം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് എത്രയായിരുന്നു? നമുക്ക് എത്ര സോപ്പ് കട്ട ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 36 ആണല്ലേ. 36 എണ്ണമാണുള്ളത്. എത്രയാണുള്ളത്? 36 സോപ്പ് കട്ടകളാണ് നമുക്കുള്ളത് എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടെ വരച്ച് തന്നെയാണ് കണ്ടുപിടിച്ചത് അല്ലേ. എത്ര എണ്ണാണ് ഉള്ളത് നോക്കിക്കേ. ഒരു പെട്ടിക്കകത്ത് എത്രയുണ്ട് കണ്ടെത്താനായിട്ട്? 1 2 3. അപ്പം 3 ഇൻറ്റു 1 2 3 അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 3 ഈക്വൽ ടു എത്രയാണ്? 9 ആണുള്ളത്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ, ഇനി നമ്മൾ ഇത് എപ്പോഴും നമ്മളിങ്ങനെ വരച്ചാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. ഇനി നമ്മൾ പുതിയൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. നോക്കിക്കേ മക്കളെ, നമ്മളിപ്പോൾ ഗുണനമൊക്കെ നമുക്കറിയാം. അതുപോലെയുള്ള മറ്റൊരു കാര്യം നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. എന്ത്? ഹരണം എന്നുള്ള കാര്യം. എന്താണ് മക്കളെ? ഹരണം എന്നുള്ള കാര്യം കേട്ടോ. ഓക്കെ, നോക്കിക്കേ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു ചോദ്യമുണ്ട്. Can you split the soap bars into 6 boxes with the same number of boxes in each box? Draw it എന്നാണ് പറഞ്ഞത്. അതുപോലെ now how many bars in each box എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സെയിം നമ്മളിപ്പം ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. അതായത്
നമുക്ക് അവിടെ തന്നിട്ടുള്ള സോപ്പ് കട്ടകൾ എന്ത് ചെയ്യണം? സോപ്പ് കട്ടകളുടെ എണ്ണം തുല്യമാക്കുന്ന വിധം 6 പെട്ടിയിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര പെട്ടിയിലാണ് മക്കളെ? 6 പെട്ടിയിലാണ് ആക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ ചിത്രം വരയ്ക്കുക കേട്ടോ. മിസ് എന്ത് ചെയ്തു? 1 2 3 3 ബോക്സ് ആക്കി. പിന്നെ അതിനെന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്യാണ്. ഇപ്പം എത്ര ബോക്സ് ഉണ്ട് നോക്കിക്കുക മക്കളെ? 6 ബോക്സ്. ഒന്നിനകത്ത് എത്രയാണുള്ളത് മക്കളെ? ഇവിടെ 1 2 രണ്ടെണ്ണമാണ്, ഇവിടെയും 1 2. അപ്പോൾ എത്രയാണ്? 2 × 2 = എത്രയാണ്? 4 അല്ലേ? 2 ഗുണിക്കണം 2 സമയം എത്ര കിട്ടും? 4 എന്ന് കിട്ടും. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? നമുക്ക് ഹരണത്തിലോട്ട് വരാം കേട്ടോ. ഇനി നമ്മളടുത്ത് എന്താണ് ചോദിച്ചത്? സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകും വിധം 6 പെട്ടിയിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? Can you split the soap bars into 6 boxes with the same number of bars in each box? Draw it എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഓക്കെ മക്കളെ, നമുക്ക് എങ്ങനെ വരയ്ക്കാം നോക്കിക്കേ. നമുക്ക് 6 പെട്ടിയിലല്ലേ ആക്കേണ്ടത്. ആദ്യം മിസ് എന്ത് ചെയ്തു? 1 2 അതുപോലെ 3 3 ബോക്സ് ആക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെങ്ങനെയും കൂടി സ്പ്ലിറ്റ് ചെയ്യാണ്. ഇപ്പം എത്ര ബോക്സായി മക്കളെ? 6 ബോക്സ്. എല്ലാത്തിലും ഈക്വൽ എണ്ണ അല്ലേ ഉള്ളത് മക്കളെ? ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഒരു പെട്ടിയിലുള്ള സോപ്പുകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അത് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ 1 2 3 ആണുള്ളത്. അപ്പോൾ 3 × ഇവിടെ 1 2 ആണുള്ളത് അല്ലേ? 3 × 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഒരു പെട്ടിയിൽ എത്രയുണ്ട്? 6 ഉണ്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ക്യാൻ യു സ്പ്ലിറ്റ് ദി സോപ്പ് ബാർസ് ഇൻ ടു 9 ബോക്സസ് വിത്ത് ദി സെയിം നമ്പർ ഓഫ് ബാർസ് ഇൻ ഈച്ച് ബോക്സ്? ട്രൈ ടു ഡ്രോ എന്നാണ് പറഞ്ഞത്. അതുപോലെ ഹൗ മെനി ബാർസ് ഇൻ ഈച്ച് ബോക്സ് എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകും വിധം 9 പെട്ടിയിലാക്കിയാലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് അതൊന്ന് വരയ്ക്കാം. ഇവിടെ നോക്കിക്കോ, 1 2 ആദ്യം 3 എണ്ണാക്കി. പിന്നെ മിസ് എന്ത് ചെയ്തു? ഇങ്ങനെയും ഇങ്ങനെയും വരച്ചു. അപ്പോൾ എത്ര പെട്ടിയായി മക്കളെ? 9 പെട്ടിയായല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു പെട്ടിയിൽ എത്ര സോപ്പ് ഉണ്ട് മക്കളെ? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇങ്ങോട്ട് 2 ആണ്, ഇവിടേക്കും 2 ആണല്ലോ. അപ്പോൾ 2 × 2 എത്രയാണ് മക്കളെ? 4 എന്ന് കിട്ടി. അപ്പം 4 എണ്ണമാണ് ഉള്ളത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ മക്കളെ, ഇനി ഇത് നമുക്ക് എങ്ങനെയും കണക്കാക്കാം എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഭാഗം ഉണ്ട് കേട്ടോ. അനദർ വേ ടു കാൽക്കുലേറ്റ്. ഇപ്പം നമ്മൾ ജസ്റ്റ് പിക്ചർ വരച്ചിട്ടല്ലേ കണ്ടുപിടിച്ചത്. ഇനി അതല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളൊരു മെത്തേഡാണ് പറയുന്നത് കേട്ടോ. നോക്കിക്കേ, ഇഫ് 36 bars of soap are split into 2 sets with the same number in each, how many will be there in each set? In math we write it like this എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ട് 36 divided by 2 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? 36 ഹരിക്കണം 2. എന്താണ്? 36 divided by 2 കേട്ടോ. ഏതാണ് ചിഹ്നം മക്കളെ? ഹരണത്തിന് ഇത് ഇങ്ങനെ ഒരു വര വരച്ചിട്ട് മുകളിലും താഴെയും ഇതേപോലെ 2 ഡോട്ടും വരുന്നതാണ്. ഇതാണ് എന്ത്? ഡിവൈഡ് ചെയ്യാനുള്ള, ഹരിക്കാനുള്ള സൈൻ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പം എന്താണ് നമ്മുടെ ചോദിച്ചത്? 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 2 കൂട്ടമാക്കി മാറ്റിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് കണക്കാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 36 എണ്ണത്തിന് 2 കൂട്ടമല്ലേ ആക്കുന്നത്. അപ്പോൾ 36 divided by 2 ചെയ്യണം. 36 ഹരിക്കണം 2 ചെയ്യണം. 36 ഹരിക്കണം 2 എന്ന് ചെയ്യണം. അതായത് 18 എണ്ണം വീതമുള്ള 2 കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 36 36 എന്ന് പറയുന്നത്. അപ്പോൾ 36 ഹരിക്കണം എത്രയാണ് ചെയ്യേണ്ടത്? 2 ആണ് ചെയ്യേണ്ടത്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 എന്നാണ് കിട്ടുന്നത്. 36 നമ്മൾ എന്ത് ചെയ്യാണ്? 2 കൂട്ടമാക്കി മാറ്റുകയാണല്ലോ. അപ്പോൾ എത്രയാണ്? 18 18 എന്ന് കിട്ടും. ഓക്കെ മക്കളെ, ഇനി 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 3 കൂട്ടങ്ങളാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്രയെന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 36 divided by 3 ചെയ്യണം. അതായത് 3 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 36 കിട്ടുക എന്നുള്ളത് നോക്കാം. ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് മക്കളെ? 3 × 12 ഒന്ന് ചെയ്ത് നോക്കിക്കുക മക്കളെ. സൈഡിൽ ചെയ്ത് നോക്കട്ടെ. 12 × 3 എത്രയാണ്? 3 × 2 6 ആണ്. 3 × 1 36 എന്ന് കിട്ടും. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി അടുത്തത് 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 4 കൂട്ടമാക്കി മാറ്റിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 36 divided by 4 ആണ് ചെയ്യേണ്ടത് അല്ലേ? 36 ഹരിക്കണം 4 ആണ് ചെയ്യേണ്ടത്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹരിക്കുക എങ്ങനെയാണ് എന്നുള്ളത് മിസ് ഇവിടെ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അതിനുശേഷം മിസ് കുറച്ച് വർക്ക് കൂടി നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് അയക്കും. ചെറുത് ഹരിക്കാനുള്ള ചെറിയ ചെറിയ കണക്കുകൾ മക്കൾ അത് വെച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ മക്കൾ, അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ 36നെ ഏതുകൊണ്ടാണ് ഹരിക്കുന്നത്? 4 കൊണ്ടാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 36 divided by 4 ഈ രീതിയിൽ എഴുതാം കേട്ടോ. 36 കുറേ കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും, നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. അപ്പം 36 ഹരിക്കണം 4. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നിട്ടുള്ള
ഈ 4 36 എത്ര പ്രാവശ്യമാണ് നമുക്ക് 4 എടുക്കാൻ പറ്റുക എന്നുള്ളത് നോക്കുക. അപ്പോൾ 36 എന്നുള്ളത് വലിയ നമ്പറാണല്ലോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് എന്നിട്ടുള്ള 3, 3ൽ നിന്ന് 4 എടുക്കാൻ പറ്റുമോ മക്കളെ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, തൊട്ടടുത്ത നമ്പറോട് ചേർത്തെടുക്കുക. എത്രയാണ്? 6 അല്ലേ, 36 എന്ന് കിട്ടും. അപ്പോൾ എത്ര പ്രാവശ്യം അതിൽ 4 എടുക്കാൻ പറ്റുമെന്നറിയാം. നമ്മൾ എന്ത് ചെയ്യുക, 4ൻ്റെ ടേബിൾ നോക്കുക. 1 × 4 എത്രയാണ്? 4 ആണ് അല്ലേ. 1 ഗുണിക്കണം 4 4 ആണ്. 2 × 4 എത്രയാണ്? 8 ആണ് അല്ലേ. 1 × 4 4 ആണ്. 24 28 പിന്നെ ഇത് വരും 32 36 എന്ന് വരും അല്ലേ. 1 × 4 4 ആണ്. 2 × 4 8, 3 × 4 12 പിന്നെ 16 20 24 28 32 36 എന്ന് കിട്ടും. അതായത് എത്ര പ്രാവശ്യം ഉണ്ട് മക്കളെ നോക്കിക്കേ, 1 2 3 4 5 6 7 8 9 പ്രാവശ്യം ഉണ്ട് അല്ലേ. അതായത് 36ൽ 4 നമുക്ക് എത്ര പ്രാവശ്യം എടുക്കാനായിട്ട് പറ്റും മക്കളെ? 9 പ്രാവശ്യം. അപ്പം 36 / 9 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? എത്രയാണ്? 4 ആണ് അല്ലേ. അല്ലെങ്കിൽ 36 / 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ് അല്ലേ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് ആൻസർ എഴുതുക എന്നുള്ളതോടെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 36 എന്നുള്ള നമ്പറിൽ നിന്ന് 9 പ്രാവശ്യമാണ് നമുക്ക് 4നെ മാറ്റി വെക്കാനായിട്ട് പറ്റുക അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് മുകളിൽ കിട്ടിയ നമ്പർ ഏതാണ്? 9 ആണല്ലോ. അപ്പോൾ 9 × ഈ നമ്പർ ചെയ്യണം, തൊട്ടടുത്ത നമ്പർ. 9 × അവിടെയുള്ള നമ്പർ ഏതാണ്? യെസ്, 4 ആണല്ലേ. ഇവിടെ 4 ആണുള്ളത്. അപ്പോൾ 9 × 4 ചെയ്യണം. എത്രയാണ് മക്കളെ? 9 × 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 36 എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാതെ തമ്മിൽ മൈനസ് ചെയ്യുക. 6 - 6 എന്ന് പറഞ്ഞാൽ 0 ആണ്. 3 - 3 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി വേറെ നമ്പേഴ്സ് ഒന്നും നമുക്ക് അവിടെ ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി മക്കളെ? 9 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ മക്കൾ അവിടെ ആൻസർ ചെയ്യുക കേട്ടോ. 4 × 9 ആണ് 36. ഇവിടെ 36 / 4 എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് 9 എന്ന് കിട്ടും. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ. നമുക്ക് അടുത്ത ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് കൂടുതൽ അത് ക്ലിയർ ആവും കേട്ടോ. അടുത്ത നമുക്ക് 36 / 6 ആണ് ചെയ്യേണ്ടതില്ല. അതായത് 36 സോപ്പ് കട്ടയെ ഒരേ എണ്ണമുള്ള 6 കൂട്ടങ്ങളാക്കിയിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ നോക്കിക്കുക മക്കളെ, നമുക്ക് 36 / 6 ചെയ്യണം അല്ലേ. അപ്പോൾ 36 ഹരിക്കണം 6 ചെയ്യണം. 3ൽ നിന്ന് 6 നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 36ൽ എത്ര 6 ഉണ്ട് എന്ന് നോക്കണം അല്ലേ. നമുക്ക് 36ൽ എത്ര 3 ഉണ്ടെന്ന് 6 ഉണ്ടെന്ന് നോക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 6ൻ്റെ ടേബിൾ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, 1 × 6 എത്രയാണ്? 6. പിന്നെയോ 12 18 24 30 36 എന്ത് കിട്ടും അല്ലേ. 1 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. 2 × 6 12, 3 × 6 18, 4 × 6 24, 5 × 6 30, 6 × 6 എത്രയാണ്? 36 ആണല്ലേ. അപ്പോൾ എത്ര പ്രാവശ്യമാണ് നമുക്ക് 36ൽ നിന്ന് 6നെ മാറ്റി വെക്കാൻ പറ്റുക? യെസ്, 6 പ്രാവശ്യമാണല്ലോ. അപ്പം പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 6 × 6 ചെയ്യണം അല്ലേ. 6 ഗുണിക്കണം 6 ചെയ്ത് എത്രയാണ്? 36 എഴുതുക. 2 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ? എഗെയിൻ നമുക്ക് 0 കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് അതവിടെ എഴുതാം കേട്ടോ. ഇവിടെ എത്രയാണ്? 36 / 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. അതായത് 6നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 36 കിട്ടുക. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടോ മക്കളെ? ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ നമുക്കൊന്ന് ചെയ്യാം. 36 / 9 ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 36നെ നമ്മൾ എന്ത് ചെയ്യണം? 36 ഹരിക്കണം 9 നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ 36ൽ എത്ര പ്രാവശ്യം 9നെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമെന്ന് നോക്കുക. അപ്പം നമ്മൾ ഏതിൻ്റെ ടേബിളാണ് എഴുതേണ്ടത്? 9ൻ്റെ ടേബിൾ എഴുതണം അല്ലേ. അപ്പം 1 × 9 എന്ന് പറഞ്ഞാൽ 9, 2 × 9 എന്ന് പറഞ്ഞാൽ 18, 3 × 9 എന്ന് പറഞ്ഞാൽ 27, 4 × 9 എന്ന് പറഞ്ഞാൽ 36. അപ്പോൾ എത്ര പ്രാവശ്യമാണ് മക്കളെ? 4 പ്രാവശ്യമാണ് അല്ലേ. 4 × 9 എന്ന് പറഞ്ഞാൽ 36. 36 - 36 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. അപ്പോൾ എത്രയാണ് മക്കളെ? 4 പ്രാവശ്യമാണ് കേട്ടോ. 9 × 4 ആണ് 36. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ മക്കളെ? വളരെ സിമ്പിളായിട്ടുള്ള ആൻസറാണ് കേട്ടോ. നമുക്ക് ഈ ഡിവിഷൻ അഥവാ ഹരണം പഠിക്കണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഗുണന പട്ടികയാണ് കേട്ടോ. അപ്പോൾ അത് മക്കൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഇനി മിസ് എന്ത് ചെയ്യുക? നിങ്ങൾക്ക്
നമ്മുടെ ഗ്രൂപ്പിലോട്ട് മിസ്സ് കുറച്ച് ഹരിക്കാനുള്ള കുറച്ച് കണക്കുകൾ ഇതേപോലെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കണക്കുകൾ മിസ്സ് ഷെയർ ചെയ്യാം. മക്കൾ എന്ത് ചെയ്യണം, അതുകൂടി ചെയ്തിട്ട് മിസ്സിന് ഫോട്ടോ എടുത്തിട്ട് അയക്കണം കേട്ടോ. ഒന്നെങ്കിൽ പേഴ്സണലായിട്ട് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2 വർക്കുകളാണുള്ളത് മിസ്സ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നിങ്ങളടുത്ത് 1 മുതൽ 10 വരെയുള്ള ടേബിൾ പറഞ്ഞിട്ട് വോയിസ് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മിസ്സ് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് ചെറിയ കുറച്ച് ചോദ്യങ്ങളോട് ഇട്ട് തരാം. അപ്പോൾ അതും കൂടി മക്കൾ എന്തെങ്കിലും ചെയ്തിട്ട് മിസ്സിന് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.